1973 ഡിസംബർ 31 ദുംറ എന്ന കപ്പലിൽ 6 ദിവസം യാത്ര ചെയ്ത് ദുബൈയിലെ ചുട്ടുപഴുത്ത് കിടന്നിരുന്ന മണൽത്തിട്ടയിലേക്ക് ആ 19 വയസ്സുകാരൻ കാലെടുത്ത് വെക്കുമ്പോൾ അതൊരു ചരിത്ര യാത്രയുടെ തുടക്കമായിരുന്നു. തൃശൂർ ജില്ലയിലെ നാട്ടിക മുസ്ലിയാം വീട്ടിലെ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന പേരിൽ നിന്ന് ആഗോള വ്യവസായി പ്രമുഖനായ MA യൂസഫ് അലിയിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അന്ന്. പൃഥു സഹോദരന്റെ ദുബായിലുള്ള ഷോപ്പ് നമ്പർ 123 നിന്നായിരുന്നു യൂസഫ് അലിയുടെ തുടക്കം. അവിടെ നിന്ന് കച്ചവടത്തിന്റെ വിവിധ സാധ്യതകൾ തേടി പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ ലഭിച്ച ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെയാണ് 50 വർഷത്തിനപ്പുറം 49 രാജ്യങ്ങളിലായി 70,000-നടുത്ത് ജീവനക്കാരുള്ള ലുലു ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം തുടക്കമിടുന്നത്. 300 ഔട്ട്ലെറ്റുകൾ ലോകം മുഴുവൻ തുറക്കണമെന്നാണ് യൂസഫ് അലിയുടെ ആഗ്രഹം. അന്നത്തെ തന്റെ യാത്ര തുടങ്ങിയിട്ട് 50 വർഷം കഴിയുമ്പോൾ അദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്ന ഒന്നുണ്ട്. 1973 ബോംബെ തുറമുഖത്ത് വെച്ച് എമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച ആദ്യ പാസ്പോർട്ട്. ഇക്കഴിഞ്ഞ ദിവസം ആ പാസ്പോർട്ടുമായി അദ്ദേഹം ഒരാളെ കാണാൻ പോയിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്വാനെ അദ്ദേഹം കാണാനെത്തി. അബുദാബിയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യൂസഫ് അലി കാണിച്ചു കൊടുത്തു താൻ ഇന്നും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന തന്റെ പഴയ പാസ്പോർട്ട്. ഏറെ കൗതുകത്തോടെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ആ ഒരു പാസ്പോർട്ട് കണ്ടത്. എങ്ങനെയാണ് ആ യാത്രയെന്നും എന്തായിരുന്നു അന്നത്തെ ദുബായ് എന്നുമൊക്കെ അദ്ദേഹം വിവരിച്ചു കൊടുത്തപ്പോൾ അത്ഭുതത്തോടെയാണ് UAE പ്രസിഡന്റ് അതൊക്കെ കേട്ടിരുന്നത്. എന്താണ് തന്റെ വിജയത്തിന്റെ രഹസ്യമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: ചെയ്യുന്ന സംരംഭവുമായി ഇഴകിച്ചേർന്ന് ട്രെൻഡ് മനസ്സിലാക്കി കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്താൽ ആർക്കും വിജയിക്കാമെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നത്. ഇന്ന് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു പ്രചോദനത്തിനപ്പുറം പലരുടെയും പ്രതീക്ഷയാണെന്നും അദ്ദേഹം പറയുന്നു. ബിസിനസ് അവസരങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അവ കണ്ടെത്തുന്നതല്ല, നമുക്ക് ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുക്കുന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അധികാരം സഹപ്രവർത്തകർക്ക് വിഭജിച്ച് നൽകിയാൽ മാത്രമേ വിജയകരമായി ബിസിനസ് നടത്താൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. പണമുണ്ടാക്കാൻ ഓടി നടക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അദ്ദേഹം, പകരം താൻ ഉണ്ടാക്കുന്ന പണം സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവർക്ക് കൂടി നൽകേണ്ടതുണ്ട് എന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ട്. യൂസഫ് അലി എന്ന വ്യക്തി മനുഷ്യസ്നേഹിയാകുന്നത് അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കൂടി കണ്ടിട്ടാണ്. തൂക്കുകയർ മുന്നിൽ കണ്ട് ജീവിച്ചവർ മുതൽ പത്തനാപുരത്ത് ഗാന്ധിഭവനിൽ താമസിക്കുന്ന 100 കണക്കിന് അമ്മമാർക്ക് കോടികൾ മുടക്കി കെട്ടിടം പണിയാൻ വേണ്ടി പോലും അദ്ദേഹം മറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. ജനങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത കാര്യങ്ങൾ അനവധിയാണ്. അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്താനൊന്നും അദ്ദേഹം ഒരിക്കലും നിന്നിട്ടില്ല. അടുത്തിടെ പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. താൻ കോടികൾ സംഭാവന ചെയ്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിലെത്തുമ്പോഴാണ് അതിന്റെ ഭാരവാഹിയായിരിക്കുന്ന ആൾ പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ പ്രയർ റൂമിൽ താങ്കളുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നതെന്ന്. അത് കേട്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ യൂസഫ് അലി പറഞ്ഞു, അതൊരിക്കലും പാടില്ല. എന്നെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ നന്ദിയും പറയേണ്ടത് അദ്ദേഹത്തിനാണെന്നും യൂസഫ് അലി പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, MA യൂസഫ് അലി എന്ന വ്യക്തി താൻ ഉണ്ടാക്കിയതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരു മനോഭാവം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനല്ല ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നത്, ദൈവമാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലാതെ എൻ്റെ ഫോട്ടോ വെച്ചല്ല പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമുള്ള പരിഭവം കേട്ടിട്ട് ഗാന്ധിഭവൻ അധികൃതർ ആ പണം അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. വാണിജ്യ വ്യവസായ സാമൂഹിക സേവന രംഗത്ത് നൽകിയ സേവനങ്ങളെ മാനിച്ച് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളാണ് യൂസഫ് അലിയെ തേടിയെത്തിയത്. രാജ്യം നൽകിയ പത്മശ്രീ, UAEയുടെ ഉന്നത ബഹുമതിയായ അബുദാബി അവാർഡ്, ബഹ്റിൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റിൻ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്വീൻസ് പുരസ്കാരം, ഇന്തോനേഷ്യയുടെ പ്രിമദത്ത പുരസ്കാരം എന്നിവ ഇതിൽ ഉൾപ്പെടും. അബുദാബി ചേംബറിന്റെ വൈസ് ചെയർമാനായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് നാമനിർദ്ദേശം ചെയ്തതാണ് യൂസഫ് അലിയെ തേടിയെത്തിയ മറ്റൊരു ഉന്നതമായ പുരസ്കാരം. MA യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹിയുടെ യാത്ര തുടരുകയാണ്. വ്യവസായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനുള്ളൊരു യാത്ര മാത്രമല്ല അത്, പകരം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തുടരുന്ന ഒരുപാട് ആളുകളിലേക്ക് സഹായം എത്തിക്കാനുള്ള യാത്ര കൂടിയാണ് അതെന്ന് പറയേണ്ടി വരും.